ഹായ് ഫ്രണ്ട്സ്, യാസിങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്ന 2 വെറൈറ്റി ഡ്രസീന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണത്. നല്ല കളറും നല്ല ഭംഗിയുള്ളതാണ് ഇത് രണ്ടും. 2 വെറൈറ്റീസും. ഇത് ക്രീമിൽ നല്ല പച്ച കുത്തായിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. കണ്ടില്ല, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ ഒരു ഇലച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണിത്. ഇത് മിൽക്കി ബാമ്പു എന്ന് പറയുക, ഗോൾഡൻ മിൽക്കി ബാമ്പു എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ഇതൊരു ഇതിൽ പെട്ടതാണിത്, ഈ പ്ലാന്റ്സ്. ഇതിൻ്റെ കളർ കണ്ടില്ല, നല്ല ഭംഗിയാണ്. മഞ്ഞ കളറായിട്ട് ലീഫിൽ വരും നിറയെ. നമുക്കൊരു വെള്ള പോട്ടിലൊക്കെ അങ്ങനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്താൻ പറ്റും ഈ 2 പ്ലാന്റ്സും. ഇത് ഇൻഡോറിൽ ഔട്ട്ഡോറിലും വയ്ക്കാം. ഫസ്റ്റ് കാണിച്ച പ്ലാന്റ് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ വയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിന് നല്ല വെളിച്ചം വേണം. ഇത് കുറച്ച് നല്ല വെയിൽ, ഒരു അത്യാവശ്യം നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാലാണ് ഇതുപോലെ മഞ്ഞ കളർ കയറി വരുള്ളൂ. അല്ലെങ്കിൽ വെറും പച്ച ഇലയിട്ട് മാറുള്ളൂ. ഇതിൽ ചെറിയ ചെറിയ പൂക്കളും ഇതിലുണ്ടാവുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയ സ്റ്റാർ പോലത്തെ ചെറിയ ചെറിയ പൂക്കൾ വരും. ഒരു കൊല്ലം കഴിയുമ്പോഴാണ് പൂക്കൾ വരിക. ഇതിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് നല്ല പൂക്കളും എല്ലാം ചെറിയ ടൈപ്പായിട്ട് പൂവുണ്ടാവും. ഈ ചെടി ഉള്ളത് ഒരുപാട് വെയിൽ കൊള്ളിക്കാൻ പറ്റില്ല. വേഗം ഇല കരിഞ്ഞു പോവുള്ളൂ. ഈ ഫ്ലോറിഡ പറഞ്ഞ പ്ലാന്റ് ഇലകൾ ഒരുപാട് വെയിൽ തട്ടിക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് അറ്റങ്ങനെ കരിഞ്ഞ് തുടങ്ങും. ഇതിനെ ഇൻഡോറിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. ഒരുപാട് ഇരുട്ട് സ്ഥലത്ത് വയ്ക്കരുത്. കുറച്ച് വെളിച്ചുള്ള ഭാഗങ്ങൾക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് ഈ പുള്ളിയൊക്കെ നേരെ കറക്റ്റായിട്ട് ഡിസൈൻ ഇങ്ങനെ നേരെ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. ഈ 2 പ്ലാന്റിൻ്റെയും പ്രൊപ്പഗേഷൻ രീതി പറയണത് മുറിച്ച് നടലാണ്. കട്ടിങ്സ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ വേഗം പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണ് ഇത് രണ്ടും. അതിൽ കമ്പളൊക്കെ നേരിയൊരു കമ്പായിരിക്കും, ഒരുപാട് കനമില്ലാത്ത കമ്പാണ്. നമുക്ക് വേഗം പൊട്ടിച്ചിട്ട് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വേഗം വേര് പിടിച്ച് കിട്ടും. ഒന്നും കേടൊന്നും വന്ന് പോവില്ല. വേഗം പിടിച്ച് കിട്ടുന്ന നല്ല പ്ലാന്റ്സാണ്. നല്ല ബുഷിയായിട്ട് വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും ചെയ്യും 2 പ്ലാന്റും. ഞങ്ങൾ പോട്ടി മിക്സായിട്ട് കൊടുത്തിട്ടുള്ളത് ചകിരിച്ചോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടി, മണ്ണും വീട്ടിലത്തെ സാധാരണ മണ്ണ് കൊടുത്തിട്ടുണ്ട്. കല്ലില്ലാത്ത മണ്ണ്, കട്ട പിടിക്കാത്ത നല്ല മണ്ണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നട്ടു കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. പോട്ടിൽ താഴെ എപ്പോഴും ഞാൻ ഇവിടെ നടുമ്പോൾ കുറച്ച് കരിയില ഇടാറുണ്ട്. എന്തെങ്കിലും ഉണങ്ങി കരിയില ഉണ്ടാവുമല്ലോ, കരിയിലകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പൊടിഞ്ഞ് പിന്നീട് വളമാവുകയും ചെയ്യും. അതിൻ്റെ മേലേക്കാണ് മണ്ണിട്ടിട്ടാണ് ഇതിൻ്റെ നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വളം തന്നെ ഇതിന് ആവശ്യത്തിനുള്ള വളം തന്നെ മതി. പിന്നെ വേറെ വളത്തിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഇങ്ങനെ യെല്ലോ കളറിൽ കിട്ടുകയും ചെയ്യും. ഒരുപാട് കീടങ്ങളൊന്നും തന്നെ വരില്ല. പരിചരണത്തിനൊന്നും ആവശ്യമില്ല. വെറുതെ അങ്ങനെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് കിട്ടും. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പുഴുക്കൾ ശല്യം അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ല പ്ലാന്റാണിത്. നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ലീഫുകളാണ് ഇതിൻ്റെയൊക്കെ. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല യെല്ലോ കളറിൽ ഇങ്ങനെ നിൽക്കും പ്ലാന്റ്. ഇത് ഇൻഡോറിൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ തന്നെ നല്ല വെളിച്ചുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. അകത്ത് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് വേഗം അതിൽ പച്ച കളർ മാത്രമേ വരുള്ളൂ. ഈ യെല്ലോ കളർ കയറി വരില്ല. അത്യാവശ്യം നല്ല വെയിൽ, അത്യാവശ്യം വെളിച്ചമൊക്കെ വേണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ലൈക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഒരുപാട് ചെടികൾ വീഡിയോസ് ഇടുന്നുണ്ട്. താങ്ക് യു.